ആദ്യം നമ്മൾ പോകുന്നത് നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരിന് രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര വലിയ നികുതി വെട്ടിപ്പ് മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. ധനമന്ത്രി വൻ പരാജയമെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട്, നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ട് ആണ് ഈ ഫിസ്ക്കൽ ക്രൈസിസ്, ഈ ധനപ്രതിസന്ധി പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. ധനകാര്യമന്ത്രി പറഞ്ഞു 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. വേറൊരു എം എൽ എ പ്രശംസിച്ചപ്പോൾ 61,000 കോടി കിട്ടാനുണ്ടെന്ന്. ചെക്ക് പോസ്റ്റ് ഇല്ല, ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഇന്റലിജൻസ് ഫെയിൽ ചെയ്തു, ഒരു സർവൈലൻസ് എന്ന് പറയുന്ന പരിപാടിയില്ല. ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. മിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ, യു ഹാവ് മിസറബിളി ഫെയിൽഡ്. താങ്കൾ പരാജയപ്പെട്ടു. സപ്ലൈകോ 4 മാസമായി വിതരണക്കാർ സപ്ലൈ ചെയ്തിട്ട് 6 മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട്. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിൽ കേന്ദ്രം നിയമം ഉപയോഗിക്കുന്നുവെന്ന് ധനമന്ത്രി ആവർത്തിച്ചു. എന്നാൽ കേരളം നിശ്ചലമാകുന്ന അവസ്ഥ നിലവിലില്ലെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. മുണ്ടുമുറുക്കിയെടുത്ത് ശമ്പളം ഇല്ലാതാക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത്. 5 ലക്ഷം പേർക്ക് വീട് കൊടുക്കുന്നത് കേരളത്തിലല്ലാതെ മറ്റെവിടെയും കാണില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തീർത്തും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് എല്ലാ തരത്തിലും നിയമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പോലൊരു അസംബ്ലി ചർച്ച ചെയ്യുമ്പം കാണാതിരിക്കേണ്ട കാര്യമാണോ? സർ, കേരളം അങ്ങേയറ്റം ധനകാര്യ പ്രതിസന്ധിയിലാണ്, നിന്നുപോകും എന്നൊരവസ്ഥയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെല്ലാം പറഞ്ഞത്. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്നുപോകും കേരളം, വണ്ടി ഓടത്തില്ല, അങ്ങനൊരു അവസ്ഥയൊന്നുമല്ല. 2022-23 വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് 1,21,473 കോടിയാണ് സർ. എന്നാൽ ഈ വർഷം അത് 1,26,182 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിൻ്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. ചെലവ് 4,000 കോടി അധികം പോയി. അല്ലാതെ ഇവിടെ അങ്ങ് പൂച്ചവെറ്റി കിടക്കുകയാണ് ട്രഷറിയിൽ, ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല വസ്തുത. ഇതാ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. ഇതിനു മുമ്പ് UDF ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലത്ത് ഇതേപോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. ഞങ്ങൾ അന്ന് മുണ്ട് മുറുക്കി ഉടുക്കുകയാണ് എന്ന ഒരു മെസ്സേജ് കൊടുത്തു. നിങ്ങൾ ഇതുവരെ ഏറ്റവും ചുരുങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ട് ഗവൺമെൻറ് ചെലവ് ചുരുക്കുകയാണ്, ഞങ്ങളൊന്നും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ഒന്ന് മുണ്ട് മുറുക്കി കൊടുക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു തീരുമാനം, ഒരു എക്കണോമിക് മെഷേഴ്സ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദൂർത്ത് നിയന്ത്രിക്കാനോ ചെലവ് നിയന്ത്രിക്കാനോ നികുതി പിരിക്കാനോ ഉള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. കേരളം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ്. സാർ, ഈ സർക്കാർ ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. സാർ, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞാനും എൻ്റെ പാർട്ടിയും ഞങ്ങൾ വോക്കൗട്ട് ചെയ്യും. ശ്രീ റോജി എം ജോൺ നോട്ട് ഇൻ ദ സീറ്റ്. പ്രമേയം സഭ തള്ളിയിരിക്കുന്നു. അങ്ങനെ പ്രമേയം നിയമസഭ ശബ്ദ വോട്ടോടെ തള്ളുകയും ചെയ്തു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്നും തത്സമയം. ഷഫീദ്, നമ്മൾ ഇതിനോടകം തന്നെ പലകുറി കേട്ട ആരോപണങ്ങൾ അത് പ്രതിപക്ഷം ആവർത്തിക്കുന്നത് കണ്ടു. പ്രത്യേകിച്ച് കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഏത് തരത്തിലേക്കാണ് നികുതി വെട്ടിപ്പ് നടക്കുന്നത്, നികുതി പിരിവ് കാര്യക്ഷമമല്ലാത്തത്, മറ്റൊന്ന് കണക്കുകളിൽ ഉണ്ടാകുന്ന അവ്യക്തത, കേന്ദ്രത്തിന് അയക്കുന്ന കത്തിൽ പറയുന്ന കണക്കൊന്ന്, മറ്റൊന്ന് പുറമെ പറയുന്ന കണക്ക് മറ്റൊന്ന് എന്ന തരത്തിലേക്ക്, ആ തരത്തിലേക്കൊക്കെയുള്ള കണക്കുകളൊക്കെ ചൂണ്ടിക്കാട്ടി ഉയർത്തിക്കാട്ടിയൊക്കെയുള്ള പ്രതിപക്ഷത്തിന്റെ ചില ആരോപണങ്ങൾ, അതിനെല്ലാം കൃത്യമായി മറുപടി നൽകുന്നതിൽ എത്തരത്തിലേക്കാണ് ധനമന്ത്രി വിജയിച്ചത്? എന്താണ് വിശദാംശം?
അനുജ, സാമ്പത്തിക പ്രതിസന്ധിയുടെ മേൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം കൊമ്പ് കോർക്കുന്നതാണ് ഇന്ന് നിയമസഭയിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരു കൂട്ടർക്കും വലിയ കോൺഫിഡൻസ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം, അതായത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൂടിയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ്. അതേസമയം ഭരണപക്ഷത്തെ സംബന്ധിച്ച് കേന്ദ്രത്തെ എതിർക്കുന്നതിൽ സർക്കാരിനൊപ്പം പ്രതിപക്ഷം നിൽക്കുന്നില്ല, സർക്കാരിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നില്ല എന്നടക്കമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്. അതിലൂടെയാണ് ഇരു കൂട്ടരും ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ഒരുങ്ങിയത്. പക്ഷേ ആദ്യം മുതൽ തന്നെ ഇക്കാര്യത്തിൽ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ അവ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതൊരു രാഷ്ട്രീയ വാദം പോലെ ചില കാര്യങ്ങൾ പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ച കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അതിലൊന്ന്, സംസ്ഥാനത്ത് GST കളക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. നികുതി കൃത്യമായി പിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. മാത്രവുമല്ല, കേന്ദ്രം എത്ര തരാനുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഒരു കൃത്യമായ കണക്ക് പറയുന്നില്ല. അത് കേന്ദ്ര ധനമന്ത്രിക്ക് സംസ്ഥാന ധനമന്ത്രി അയച്ച കത്തിലടക്കം പറയുന്നത് വ്യത്യസ്തമായ കണക്കുകളാണ്. 57,000 കോടി തരാനുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ ആവർത്തിക്കുമ്പോൾ മുൻപത്തെ മാസങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂലൈയിലടക്കം ധനമന്ത്രി അയച്ച കത്തിൽ, കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്തിൽ ചില അവ്യക്തതകൾ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മാത്യു കുൽനാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് അക്കമിട്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. VD സതീശൻ കുറച്ചുകൂടി ഗൗരവമായി ഈ സാഹചര്യത്തെ വിമർശിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ധനപ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്നും മാത്രമല്ല ഇക്കാര്യത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ട്രഷറിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് ധനമന്ത്രി പറയുമ്പോൾ ട്രഷറി പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ട് നടക്കുകയാണ് ധനമന്ത്രി എന്നും VD സതീശൻ വിമർശിച്ചു. ഒന്നിനും സംസ്ഥാനത്ത് പണമില്ല, പദ്ധതി നടത്തിപ്പിന് പണമില്ല, സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പണമില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ധനമന്ത്രി സംസ്ഥാനത്ത് പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിക്കുന്നൊരു സാഹചര്യമുണ്ടെന്നും VD സതീശൻ ചൂണ്ടിക്കാണിച്ചു. ലൈഫ് മിഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ പദ്ധതി മുടക്കവും ഇന്ന് പ്രതിപക്ഷം നിയമസഭയിലേക്ക് കൊണ്ടുവന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിതാപകരമായ സംസ്ഥാനത്ത് സ്ഥിതി അത് തുടരുന്നു. മാത്രമല്ല, എന്തുകൊണ്ട് ഡൽഹിയിലെ സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് അതിനെ ക്രോസ് ചെയ്യുന്നത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ചെയ്യാൻ കഴിയുന്ന കാര്യം അത് കൃത്യമായി അവരുടെ MP-മാർ വഴി കേന്ദ്ര ധനമന്ത്രിക്ക് മുൻപിൽ എത്തിച്ചിട്ടുണ്ട്. അക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതുപയോഗിച്ച് പ്രതിപക്ഷത്തെ വിമർശിക്കുന്നതെന്നുള്ളൊരു മറുചോദ്യം കൂടി ഇന്ന് പ്രതിപക്ഷം ഉയർത്തി. ഇതിനൊക്കെ ശേഷം, അതായത് GST കളക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റ KN ബാലഗോപാൽ അക്കാര്യത്തിൽ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയത് തിരഞ്ഞെടുപ്പ് വാദം മാത്രമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് സഹകരിക്കാൻ കഴിയാത്തതെന്ന PK കുഞ്ഞാലിക്കുട്ടി, നിയമസഭാ ഉപാധ്യക്ഷൻ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളും മന്ത്രി KN ബാലഗോപാൽ ആയുധമാക്കി. കൂടാതെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വണ്ടി ഓടാത്ത ധനപ്രതിസന്ധി സംസ്ഥാനത്തില്ല. ഈ വർഷം ട്രഷറിയിൽ നിന്ന് പുറത്തുപോയത് ഏതാണ്ട് 1,26,182 കോടി രൂപയാണ്. ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്നുള്ള ആക്ഷേപം അത് വെറും രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും ഇന്ന് ധനമന്ത്രി വിവരിച്ചു. മാത്രമല്ല, ഈ PG ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാനത്തെ ഞെരുക്കുന്ന കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ആ നിലപാടില്ല, ജനാധിപത്യപരമായ കാര്യങ്ങളല്ല കോൺഗ്രസ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഇന്ന് സർക്കാർ ഉയർത്തി. ഈ നികുതി വർധനമടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ കോവിഡ് സമയത്ത് 47,000 കോടിയായിരുന്നത് 71,000 കോടിയാക്കി ഉയർത്തി. 2 വർഷം കൊണ്ട് ഇങ്ങനെയുള്ളൊരു വർധനമുണ്ടായി. കേരളത്തോട് കേന്ദ്രത്തിനുള്ള ചിറ്റമ്മ നയമാണ്, അത് കേരളത്തിന്റെ വളർച്ചയെ ബാധിക്കും. അതിനാണ് പ്രതിപക്ഷം ഇപ്പോൾ കുടപിടിക്കുന്നത് എന്നുള്ള വിമർശനം അത് ഉയർത്തിക്കൊണ്ടാണ്. അതായത് ഷഫീദ്, ഇപ്പോൾ അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല സംസ്ഥാനത്ത് എന്ന് ധനമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്രം കാണിക്കുന്ന ഇടപെടലുകൾ, അതായത് ഫെഡറലിസത്തിനെതിരെ എന്ന് ധനമന്ത്രി തന്നെ വിശേഷിപ്പിക്കുന്നത്, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ക്ഷണിക്കുകയും അതിനെതിരെ സമരം ചെയ്യുക എന്ന ആ നടപടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായത്, ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായത്. അനുജ, അങ്ങനെ വേണം കാണാൻ കരുതുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ടെന്ന് പൂർണ്ണമായും അംഗീകരിക്കുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിലേക്കുള്ള സമീപനമാകും. അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമായും ഇന്ന് സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നു. അങ്ങനെ ഒരു പ്രതിരോധമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് ധനമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, എവിടെയാണ് നിയമന നിരോധനം, എവിടെയാണ് പോലീസ് വാഹനത്തിന് പെട്രോൾ അടിക്കാൻ പണമില്ലാത്ത അവസ്ഥ, അതൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്രമുണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ കാരണം പ്രതിസന്ധി ഉണ്ട്.
ഒരുപക്ഷെ അത് പ്രവർത്തനം നിലച്ചു പോകുന്ന, സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി പോകുന്ന പ്രതിസന്ധി അല്ല എന്നുള്ള കാര്യം ധനമന്ത്രി അക്കമിട്ട് അടിവരയിട്ട് പ്രതിപക്ഷത്തെ ക്രോസ് ചെയ്യുന്നു. അപ്പോഴും സംസ്ഥാന ബജറ്റിലടക്കം എന്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന ബജറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്കടക്കമുള്ള ഫണ്ടിൽ കുറവുണ്ടോ, അല്ലെങ്കിൽ അതിന് മാറ്റിവെക്കുന്ന തുകയ്ക്ക് കുറവുണ്ടെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാനത്തെ ധനമന്ത്രി നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയിൽ ഉന്നയിച്ച വിഷയങ്ങൾ പച്ചക്കളവാണെന്ന് തെളിയിക്കാനുള്ള പ്രതിപക്ഷത്തിന് ആയുധമായി അത് മാറുകയും ചെയ്യും. അതും പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയ ചർച്ചയായി വിഷയം ഉയർത്തിയതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതും ഗൗരവമുള്ള കാര്യമാണ്. ഏതായാലും സംസ്ഥാനത്തിന്റെ ധൂർത്ത്, കെടുകാര്യസ്ഥത അതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉന്നയിച്ച മറുപടി അത് കൃത്യമല്ല, അത് വ്യക്തമായ മറുപടിയല്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭ. അതിനോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെതിരെ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്നത് ഒരിക്കൽ കൂടി രാഷ്ട്രീയമായി തുറന്നു കാട്ടുക, ആ ഒരു ലക്ഷ്യം കൂടി ഇവിടെ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതിൽ വിജയം കണ്ടിരിക്കുന്നു എന്ന് കൂടി നമുക്ക് പറയാം അല്ലേ? അക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായത് പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമാണ്. അതായത് തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യത്തിൽ എന്തിന് ഇങ്ങനൊരു യോജിച്ചുള്ള പ്രവർത്തനം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. മാത്രവുമല്ല, ഇപ്പോഴാണോ ക്ഷണിക്കുന്നത്, മുൻപേ വിളിച്ചായിരുന്നെങ്കിൽ ആലോചിക്കാമായിരുന്നു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തെ ക്രോസ് ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രഷറിയിൽ നിന്ന് 13,000 കോടി എടുക്കാൻ പറഞ്ഞിട്ട് 6,000 കോടി എടുത്തു, ബാക്കി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യണ്ടേ, ഒന്നിച്ച് നിൽക്കണം എന്നാണ് പറയാനുള്ളത്. ഇന്ത്യൻ ജനാധിപത്യം ശക്തിപ്പെടുത്തണമെങ്കിൽ സമരത്തിൽ പങ്കെടുക്കാം. കേരളത്തിലെ ജനങ്ങൾ ഈ സാമ്പത്തിക ഉപരോധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് ഘടിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുകയും വേണം. ആ സമരത്തിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ പ്രതിപക്ഷത്തെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണം അത് തുറന്നു കാട്ടുകയാണ് ലക്ഷ്യം വെക്കുന്നത്. അനുജ, ശരി, അതാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ സംഭവിച്ചത്. ഷഫീദ് റാവുത്തറാണ്.